ഷൈൻ ടോം ചാക്കോ എവിടെ? മൂപ്പര് ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതിനു ശേഷം പോലീസിന് പുള്ളിനെ കുറിച്ച് വലിയ അപ്ഡേഷൻ ഒന്നും ഇല്ല. എന്നാലും ഷൈൻ ടോം ചാക്കോ എവിടെയെന്ന് ചോദിക്കുന്നവരെ എല്ലാരും ഒരുപോലെ പുച്ഛിച്ചുകൊണ്ട് ഒരുപോലെ പരിഹസിച്ചുകൊണ്ട് പുള്ളി സോഷ്യൽ മീഡിയയിൽ ആറാടുകയാണ്. പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് പരിഹസിച്ച് ഷൈൻ ടോം ചാക്കോ. എന്നാലും ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്തുകൊണ്ടായിരിക്കും? എവിടേക്കായിരിക്കും ഓടിയിട്ടുണ്ടാവുക? ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി പോലീസ് തെരച്ചിലാണ്. പോലീസാണെന്ന് വിചാരിച്ചിട്ട് തന്നെ ഓടിയത് അയാൾ മുട്ടിയപ്പില്ലേ. അപ്പോൾ എല്ലാവരും നിരീക്ഷിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരും നിരീക്ഷിക്കാറുണ്ട്. ഇതിൽ കേസിലൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. ഈ കാലത്ത് ലഹരി പരിശോധന സ്വാഭാവികമാണ്. അപ്പോഴത്തേക്ക് ഇങ്ങേരത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കണ്ടം വഴി ഓടിയത് എന്തുകൊണ്ടാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ. ഞങ്ങളെല്ലാം ഉദയനന്റെ നാട്ടുകാരാ. ഉദയനെ ഞാൻ ഒന്നിച്ചു പഠിച്ചവരാ. പിന്നെ ഈ ഓട്ടം അത് പടയോട്ടം. ഷൈൻ ടോം ചാക്കോ പൊള്ളാച്ചിയിലിടുന്ന പോലീസിന് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. മൂപ്പരെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസൊക്കെ പോലീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. സോ മകനെ തിരിച്ചു വരൂ, ഇങ്ങനെ പേടിക്കാതിരിക്കേ. ലഹരി ഉപയോഗിച്ച് നടി വിൻസി അലോഷ്യസിനോട് മോശമായി പെരുമാറിയതിനും ഡാൻസ് ഓഫ് ടീമിന്റെ പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതിനും 8ന്റെ പണി എന്തായാലും കിട്ടും എന്നുള്ള ചിന്തയിലായിരിക്കും മൂപ്പര് പേടിച്ച് വിറച്ചിരിക്കുന്നുണ്ടാവുക. ഈ ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിവരങ്ങളിലും വന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് എക്സൈസിന്റെ പരിശോധനയും വിവരം തേടലും നടത്തും. ചേർന്നിട്ട് ശക്തമായ നടപടി, ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ കണ്ടോളൂ, ശക്തമായ നടപടി എടുക്കും. നാളെ നിങ്ങൾ തിരിച്ച് അയാളുടെ ജോലി പോയി ഇയാളുടെ ജോലി പോയി അവിടെ വിലക്ക് ഇവിടെ വിലക്ക് ഉളുക്കുന്നൊന്നും പറഞ്ഞ് വരരുത്. സത്യസന്ധമായി പറയാം, ഞങ്ങൾ ശക്തമായ നടപടി എടുക്കും. നിങ്ങളുടെ പാടാ നിനക്ക് വെച്ചിട്ടുണ്ട് എന്ന് എല്ലാരും ചുറ്റും കൂടി നിന്ന് വിമർശിച്ചാലും ഒരാള് നിങ്ങളെ കൈവിടില്ല കേട്ടോ ഷൈൻ ടോം ചാക്കോ. ഹൈ, സ്വന്തം ചോരയ്ക്ക് നിങ്ങൾ അത്ര പെട്ടെന്ന് കൈവിടാൻ പറ്റില്ലല്ലോ. ദൃശ്യങ്ങൾ എന്താണ് കൊടുക്കുന്നത്? ഇറങ്ങി ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ കൊടുത്തു എന്നല്ല പറഞ്ഞത്. റൺ കൊച്ചി എന്നുള്ള പരിപാടി ഒക്കെ നടക്കുന്നിട്ട് പിന്നെ ഇറങ്ങി ഓടുന്നത് ആണോ പ്രശ്നം? ഓടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ മാരത്തോണൊക്കെ നടക്കാറുണ്ട് ഇവിടെ. ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടം റൺ കൊച്ചി റണ്ണിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതിയെന്ന് സഹോദരൻ ജോൺ ചാക്കോ. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. നടി വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോക്ക് ഇത്ര പരാതി കൊടുത്തപ്പോ വിൻസിക്ക് മാത്രം ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. നെഹി, അങ്ങനെ ഒരു പൊതുശല്യായിരുന്നു എന്നാണ് വിൻസിയുടെ ഒപ്പം അഭിനയിച്ച സഹനടൻ പറയണത്. ഒരു ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഒരു കുട്ടികൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചാടി ഇങ്ങനെ നടക്കുക, മൊബൈൽ സെൽഫി എടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ച് മുകളിലേക്ക് ഇടുക. പിന്നെ അവർ സാധാരണ മനുഷ്യൻ ചെയ്യാത്ത കാര്യങ്ങളുടെ പോലെ ഉള്ള കാര്യങ്ങളാണ്. ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരൊറ്റ ഓട്ടമാണ്, ഒരു ലക്കും ലഗാനില്ലാണ്ട് ഓടുക, എന്നിട്ട് വണ്ടിയിലേക്ക് പോവുക. അങ്ങനെ സാധാരണ ഒരു നടന്മാരും ചെയ്യുന്ന കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്തിരുന്നത്. സാധാരണ നടന്മാര് ചെയ്യണത് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഷൈൻ ടോം ചാക്കോ? മറ്റുള്ളവർക്ക് സ്വൈര്യക്കേട് ഉണ്ടാക്കുന്നതിലല്ലേ ഒരു ത്രില്ലുള്ളൂ, അല്ലേ ഷൈൻ ബ്രോ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. 22 ദിവസം കണ്ട് ഞാൻ അവിടെ ഉണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഷൂട്ടിംഗ് സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. ഹൈപ്പർ ആക്ടിവിറ്റീസിന്റെ മോഡലിലാണ് കംപ്ലീറ്റ് ആളുടെ പെരുമാറ്റം. ജീവിതത്തിനൊരു രസമൊക്കെ വേണ്ടേ? അതിന് കുറച്ച് വെറൈറ്റി ആയിട്ട് തിരിച്ചാൽ എന്താ? ഞങ്ങളുടെ ഷൈൻ ടോം ചാക്കോ ഫാൻസിന് അതേ പറയാനുള്ളൂ കേട്ടാ. ആളിപ്പോൾ നിൽക്കണോടത്ത് നിന്ന് ഇങ്ങനെ ഒക്കെ കാണിച്ച് ഓരോ ഗോഷ്ഠികൾ കാണിക്കുക. നമ്മൾ സാധാരണ മനുഷ്യർ കാണിക്കാത്ത കുറേ കാര്യങ്ങൾ കാണിക്കുക. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. കാര്യങ്ങളൊക്കെ ഇത്രയും സ്ഥിതിക്ക് ഷൈൻ ടോം ചാക്കോ പേടിച്ച് വിറച്ച് ഒരിടത്ത് ഒളിച്ചിരിക്കായിരിക്കുന്നു കരുതിയില്ലേ നിങ്ങള്? കാര്യം ശരിയാണ്, നല്ലോണം പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത്. ബട്ട് പുച്ഛത്തിനും പരിഹാസത്തിനും മാത്രം ഒരു കുറവില്ല. സംശയം ഉണ്ടെങ്കിൽ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി നോക്ക്. ഷൈൻ ടോം ചാക്കോ എവിടെയെന്ന് ചോദിച്ചവർക്കുള്ള മറുപടി എന്ന് പറഞ്ഞിട്ട് ശുചിമുറിയിലേക്ക് ഓടിക്കയറുന്ന ദൃശ്യങ്ങളാണ് ഷൈൻ ടോം ചാക്കോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. വാവ്, നന്നായിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ഇതിൽ കൂടുതൽ ഇവിടെ വേറെ ആരും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ. ലഹരി ഉപയോഗിച്ച് ഒരു നടിയോട് മോശമായിട്ട് പെരുമാറി എന്നുള്ള പരാതി നിൽക്കുമ്പോഴാണ് ഒരു പേടിയില്ലാതെ ഒരു കൂസലും ഇല്ലാതെ ഇമാതിരി പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ മൂപ്പര് ഷെയർ ചെയ്തോണ്ടിരിക്കുന്നത്. ചെയ്തോ നിങ്ങൾക്കുള്ള ചായയും പരിപ്പടിയും അണിയറയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സാമ്പിൾ വെടിക്കെട്ടാണല്ലോ നിങ്ങളുടെ പണ്ടത്തെ കൊക്കൈൻ കേസ് പോലീസ് പൊടി തട്ടിയെടുക്കാൻ പോണത്. സന്തോഷായില്ലേ ഷൈനേട്ടാ? കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് വന്നിട്ടുണ്ടായിരുന്നു. വഖഫ് ബില്ല് പാസ്സാക്കിയതിന്റെ സന്തോഷത്തിൽ NDA സംഘടിപ്പിച്ച നന്ദി മോദി പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നതായിരുന്നു കേന്ദ്രമന്ത്രി.
നമ്മുടെ ജിമാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നില്ലേ? അല്ല, വഖഫ് ബില്ലിനെ എതിർത്ത കുറെ പേരില്ലേ ഇവിടെ? അവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാലോ. ഇന്ന് നമ്മുടെ ജിമാർ ഒരു കലക്ക് കലക്കും. പ്രശ്നത്തിന് പരിഹാരം കാണാൻ LDF-ഉം UDF-ഉം അവരെ പ്രേരിപ്പിക്കണം. മാത്രമല്ല, ഇതിന് ശാശ്വതമായ പരിഹാരമാണ് വഖഫ് നിയമനിർമ്മാണം. കേന്ദ്ര സർക്കാർ ഇപ്പോൾ വഖഫിന്റെ പേരിൽ കൊണ്ടുവന്ന നിയമനിർമ്മാണം. ആരും പേടിക്കണ്ട, വഖഫ് ഭേദഗതി പാർലമെന്റിൽ പാസ്സായതോടെ കാര്യങ്ങളൊക്കെ സെറ്റാണെന്നാണ് സുരേന്ദ്രൻജി പറഞ്ഞത്. ഓ, അപ്പൊ മുൻപത്തെ പ്രശ്നത്തിന് പരിഹാരമായി എന്ന് പറയാൻ കൂടി വേണ്ടിയിട്ടായിരിക്കും അല്ലേ കേന്ദ്രമന്ത്രി ഇവിടെ വന്നത്? I have to respect the judiciary, the constitutional authorities. That is why I am not spelling a deadline, a particular fixed time. I am not saying, but that doesn't mean that your issue will be not settled. പുതിയ വഖഫ് നിയമം വന്നുകൊണ്ടൊന്നും മുൻപത്തെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാട്ടാന്നല്ലേ കേന്ദ്രമന്ത്രി ഇപ്പൊ പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ വഖഫ് ബില്ലും മുനമ്പം പ്രശ്നവും ഡയറക്റ്റ് ബന്ധമില്ലാന്നും വഖഫ് ബില്ല് പാസ്സാവുന്നതുകൊണ്ട് മുനമ്പം പ്രശ്നം തീരൂല എന്നുള്ളതും ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ബന്ധപ്പെട്ട മന്ത്രി തന്നെ വന്ന് അത് സമ്മതിച്ചു. അപ്പോൾ ഏതായാലും ഇത് സംബന്ധിച്ച് ഇതുവരെ അവർ നടത്തിയിരുന്ന പ്രചരണം ഇന്ന് വെറുതെയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. ഈ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അന്ന് പാർലമെന്റിൽ എന്തുട്ടൊക്കെയാ പറഞ്ഞത്? വഖഫ് ഭേദഗതി പാസ്സാവാണെങ്കിൽ മുനമ്പത്തുകാർക്ക് അവരുടെ ഭൂമി തിരികെ കിട്ടും, മുനമ്പത്തുകാർക്ക് നീതി ലഭിക്കുന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ പറയാ വഖഫ് ഭേദഗതി കൊണ്ട് മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരം ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ കോടതി പൊക്കോന്ന്. വാവ്, വാട്ടെ നിലപാട് മാറ്റം. കേന്ദ്രമന്ത്രിയല്ല ആർക്കും ഉറപ്പ് കൊടുക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല. അവിടെയുള്ള പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കുക വേണ്ടത്. ചേട്ടാ, ഒരു കപ്പലിന്റെ വഖഫ് ഭേദഗതി പാസ്സായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മുൻപത്തെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റില്ല എന്ന് LDF-ഉം UDF-ഉം ഒരുപോലെ പറഞ്ഞത് സത്യമാണെന്നാണ് ഇപ്പൊ കേന്ദ്രമന്ത്രി പറഞ്ഞത്. ശരി, അപ്പോ ഇത്ര കാലം നിങ്ങൾ പറഞ്ഞതൊക്കെ വിശ്വസിച്ച മുനമ്പത്തുകാർ ഇപ്പൊ ആരായി? ഈ നിയമത്തിനനുസരിച്ച് ഇവിടെയുള്ള മുൻപം പ്രശ്നത്തിന് പരിഹാരമാണെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രിക്ക് ആ പരിഹാര മാർഗം പറയാമായിരുന്നു. അദ്ദേഹം അത് പറയാതിരിക്കുന്നത് നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ജനങ്ങളെ ആരാണ് വഞ്ചിച്ചത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഇവിടെയുള്ള ജനങ്ങളെ ആരാ പറ്റിച്ചത്? സുരേന്ദ്രൻജി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്താ ഉറക്കം വരുന്നു. ഒരു വിഭാഗം ആളുകൾ ഈ വഖഫ് നിയമം വന്നു കഴിഞ്ഞാൽ മുൻപത്തെ പ്രശ്നങ്ങൾക്കാകെ പരിഹാരമായി, കൈവശക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് ആരാണ് ഈ കൈവശക്കാരെ ബോധ്യപ്പെടുത്തിയത്? അത് പിന്നെ ഞങ്ങളുടെ സുരേഷ് ഗോപിജി, സുരേന്ദ്രൻജി, ജോർജ് കുര്യൻജി അവരെല്ലാവരും ഒരേ സ്വരത്തിൽ എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്നു വഖഫ് ഭേദഗതി വന്നിട്ടുണ്ടെങ്കിൽ മുൻപത്തെ പ്രശ്നത്തിന് ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാവുന്നു. വെറുതെ ചുമ്മാ പറ്റിച്ചതാ, തമാശക്ക്. എന്തേ ഞങ്ങളുടെ ജീമാരുടെ തമാശ ഇഷ്ടപ്പെട്ടില്ല? കിരൺ റിജിജു ബഹുമാനായ മന്ത്രിയോട് വന്നത് വളരെ നന്നായി. കാര്യങ്ങൾ കുറെ കൂടി ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങളുടെ ചോദ്യങ്ങളും വളരെ സഹായകരമായിരുന്നു. കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് സത്യം പറഞ്ഞതിന് ശേഷം നമ്മുടെ ജീമാരും പുറത്തൊന്നും കാണാനില്ല. പക്ഷെ കേന്ദ്രമന്ത്രിയുടെ കുമ്പസാരത്തിന് ശേഷം ക്രൈസ്തവ സഭയുടെ നിലപാടിലും ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടാനല്ല ഓരോ ഗവൺമെൻറ്റും ആഗ്രഹിക്കുക. കാരണം അത് പരിഹരിക്കുന്നത് ഒരു ഗവൺമെൻറ്റിന് ഒരു മൈലേജ് കൂടെയല്ലേ. അപ്പോൾ മനഃപൂർവ്വം ഇത് മാറ്റിവെച്ച് അത് തടസ്സപ്പെടുത്തുകയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. മുൻപത്തെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതല്ല എന്നാണ് അച്ഛൻ പറയണത്. ഇത് ഞങ്ങളുടെ ജീമാരെ എങ്ങനെ സഹിക്കും? ക്രൈസ്തവ സഭകളെ എങ്ങനെയെങ്കിലും സർക്കാരിനെതിരെ തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീമാര് കഷ്ടപ്പെടുമ്പോഴല്ലേ ആ മന്ത്രി കിരൺ റിജിജു വന്നിട്ട് ഒക്കെ നശിപ്പിച്ചത്. വസ്തുതകളൊക്കെ നാട്ടുകാർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇവിടുത്തെ ജീമാർക്ക് ലേശം ക്ഷീണം വന്നിട്ടുണ്ട്. വസ്തുതകൾ മനസ്സിലായതല്ലോ, മനസ്സിലാക്കിപ്പിച്ച് കൊടുത്തതല്ലേ. അതും ഇവിടെ കേന്ദ്രമന്ത്രി തന്നെ സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ 8ന്റെ പണി കിട്ടിയ സ്ഥിതിക്ക് ഇതിനൊക്കെ നമ്മുടെ ജീമാര് എങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുമെന്തോ.